എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 152 മൂന്നാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ നാലാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. ഡ്രോ എ പാരലോഗ്രാം വിത്ത് ലെങ്ത്സ് ഓഫ് ഡയഗണൽസ് 6.5 സെന്റിമീറ്റർ. അപ്പോൾ ഡയഗണലിന്റെ നീളമാണ് നമുക്ക് തന്നിട്ടുള്ളത് 6.5 സെന്റിമീറ്റർ ആൻഡ് 4.5 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഡയഗണലിന്റെ നീളമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി. ഇവയ്ക്ക് ഇടയിലുള്ള ആംഗിൾ 70 ഡിഗ്രി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു അല്ലേ. അതായത് നമുക്ക് ഡയഗണൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സാമാന്തരികം വരയ്ക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ റഫായിട്ടൊന്ന് വരച്ചു നോക്കാം. നോക്കിയേ, 6.5 അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഒരു ഡയഗണലിൽ 6.5 വരച്ചു, 6.5 സെന്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്ത ഡയഗണലിൽ 4.5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം, ഒരു പാരലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽസ് എന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യും അല്ലേ, പരസ്പരം സമഭാഗം ചെയ്യുന്ന നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ മിഡ് പോയിന്റ് അല്ലേ, നടുവിൽ കൂടി ആയിരിക്കും ആര് പോവുക? നമ്മുടെ മറ്റേ ഡയഗണലിൽ കടന്നു പോകേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് 6.5 എന്തെടുക്കണം? അതിൻ്റെ മിഡ് പോയിന്റ് എടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. നോക്കിയാൽ നമുക്കിവിടെ 6 ആണെങ്കിൽ നമുക്ക് 3 സെന്റിമീറ്റർ കൃത്യമായിട്ട് കിട്ടും അല്ലേ. ഇനി 8 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 4 സെന്റിമീറ്റർ എടുക്കാം. ഇനി 7 സെന്റിമീറ്റർ ആണെങ്കിലോ 3.5 കൃത്യമായിട്ട് കിട്ടും. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ 6.5 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? 6.5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 3.25 അല്ലേ. അതായത് 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 പ്രാവശ്യം പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനി 5ൽ 2 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകുള്ളൂ അല്ലേ. 2 പ്രാവശ്യം 2 × 2 4. അപ്പോൾ ബാക്കി ഇവിടെ 1 ഉണ്ട് അല്ലേ, 1 ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 10ൽ 2 5 പ്രാവശ്യം. അങ്ങനെ നമുക്ക് 3.25 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ സ്കെയിലിൽ കൃത്യമായിട്ട് 3.25 കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ മുമ്പത്തെ ഒരു ചാപ്റ്ററിൽ പഠിച്ചിരുന്നു എന്ത് ചെയ്യൽ? ബൈസെക്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഇത്രയും ഈ രീതിയിലുള്ള നീളങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ബൈസെക്റ്റ് ചെയ്യണം അല്ലേ, എന്നാലേ നമുക്ക് കൃത്യമായിട്ട് അളവ് നമുക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ ഈ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? 6.5നെ ഈ ലൈൻ എന്ത് ചെയ്യുക? നമ്മൾ ബൈസെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായല്ലോ. അപ്പോൾ അത് വളരെ എളുപ്പമാണ് അല്ലേ. കോമ്പസ് വയ്ക്കുക, നമുക്ക് നോക്കിയാൽ പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം അല്ലേ. പിന്നെ ഇവിടെ കുത്തിയിട്ട് അതേ അളവിൽ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. ഇവ തമ്മിൽ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്തായി? ഇതിനെ നമ്മൾ ബൈസെക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടി? ഇതിൻ്റെ മിഡ് പോയിന്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് നോക്കിയേ അടുത്ത ഡയഗണലിൽ എത്രയാണ്? 70 ഡിഗ്രിയാണ് ആംഗിൾ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്താ ചെയ്യുക? കൃത്യമായിട്ട് നമ്മൾ 70 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇതാണ് 70 ഡിഗ്രി എന്ന് വിചാരിക്കാം. അങ്ങനെയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മളല്ലേ ഈ പോയിന്റും തമ്മിൽ നമ്മൾ കൂട്ടി ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഡയഗണൽ അല്ലേ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡയഗണൽ. ഇനി നമ്മുടെ രണ്ടാമത്തെ ഡയഗണൽ ഇതിലായിരിക്കും വരിക അല്ലേ. ഇനി ഇതിന്റെ നീളം എത്രയാണ്? ഇതിന്റെ നീളം നോക്കി 4.5 ആണ്. ഇവിടെയും പ്രശ്നം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 4.5 ആകുമ്പോൾ നോക്കിയാൽ 4.5 ആകുമ്പോൾ അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും? 4ൽ 2 പ്രാവശ്യം പോയിന്റ് ഇട്ടു. 5ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2.25 വരും അല്ലേ. അതായത് 2.25 ആയിരിക്കും ഇതിന്റെ നീളം. അതായത് നാം കഴിഞ്ഞ ക്ലാസ് ചെയ്തു 2.25 ഇവിടേക്കും എടുക്കണം, 2.25 ഇവിടേക്കും നമ്മൾ എടുക്കണം അല്ലേ. അപ്പോൾ അത് നമുക്ക് സ്കെയിൽ എടുക്കൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ, കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 4.5 സെന്റിമീറ്റർ ഇവിടെ തന്നെ എടുക്കുക. നമ്മൾ മുമ്പത്തെ ഒരു ചാപ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ, ബൈസെക്ടേഴ്സിൻ്റെ ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4.5 നീളം നമ്മൾ ഇവിടേക്ക് എടുക്കുക, കൃത്യമായിട്ട് 4.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനെ നമ്മളൊന്ന് ബൈസെക്ട് ചെയ്ത് നോക്കാം. മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ ഈ ലെങ്ത് ഇപ്പോൾ എത്രയാണ്? 4.5 നമ്മൾ എടുക്കുക. എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഈ ലൈനെ ബൈസെക്ട് ചെയ്യുക. അപ്പോൾ പകുതി കൂടുതൽ എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. പിന്നെ അതേ അളവിൽ ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെ ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് ഇത് ഇങ്ങനെ ബൈസെക്ട് ചെയ്തു. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ 4.5നെ കൃത്യമായിട്ട് 2 ഭാഗങ്ങളാക്കി അല്ലെ, തുല്യമായ 2 ഭാഗങ്ങളാക്കി. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട എത്ര? 2.25 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് 2.5. അപ്പോൾ നമുക്ക് കോമ്പസിൽ എന്ത് ചെയ്യണം? ഈ അളവ് കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് അതേ അളവ് ഇങ്ങോട്ട് എടുക്കാം. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇത് 2.25, ഇതും 2.25 അല്ലേ. ഇനി ഇത് എത്രയാണ്? 3.25, ഇത് 3.25. ക്ലിയർ ആയല്ലോ. ഇപ്പം നമുക്ക് നോക്കിയേ, നമ്മുടെ ഈ പാരലോഗ്രാമിൻ്റെ അല്ലേ 4 മൂലകളും നമുക്ക് കിട്ടിയാലോ. ഇനി എന്ത് ചെയ്യാം? ഇവ തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം.
ഇതാണ് നമ്മൾ ശരിയായ രീതിയിൽ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, 6.5 ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ പകുതി 3.25 അല്ലേ, അപ്പോൾ സ്കെയിൽ ഏറെക്കുറെ 3.25 എടുക്കുക, ആ പോയിന്റ് മാർക്ക് ചെയ്യുക. പിന്നെ ഈ ആംഗിൾ എടുക്കുക അല്ലേ, 70 ഡിഗ്രി എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചിട്ട് ഇവിടെ നിന്ന് 2.25 ഇങ്ങോട്ട് കൊടുക്കുക, 2.25 ഇങ്ങോട്ട് കൊടുക്കുക അല്ലേ. പക്ഷെ അതല്ല ശരിയായ രീതി. ശരിയായ രീതിയിൽ ചെയ്യണമെങ്കിൽ ഇതേ രൂപത്തിൽ തന്നെ ചെയ്യണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യം 6.5 ഒരു ലൈൻ അല്ലേ, ആദ്യത്തെ വികരണം ഞാൻ വരയ്ക്കുന്നു. ഞാൻ നോക്കിയേ 6.5 സെൻറ്റിമീറ്റർ ആദ്യത്തെ വികരണം ഞാൻ വരച്ചു. ഓക്കെ, ഇനി എന്ത് വേണം, ഇവിടെ 6.5 ആയതുകൊണ്ട് നമുക്ക് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 6.5ന്റെ പകുതി എത്രയാണ്, 3.25 അല്ലേ. അപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ് എത്ര കിട്ടും നമുക്ക്, 3.25. അപ്പോൾ 3.25 നമുക്ക് 3.2 കിട്ടും, 3.3 കിട്ടും, 3.25 കൃത്യമായിട്ട് നമുക്ക് കിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് ശരിയായ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ബൈസെക്ട് ചെയ്യുക തന്നെ വേണം. അതല്ല ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 6 ആയിരുന്നെങ്കിൽ നമുക്ക് 3 എടുത്താൽ മതിയായിരുന്നു അല്ലേ, അല്ലെങ്കിൽ 7 ആണെങ്കിൽ നമുക്ക് 3.5 കൃത്യമായിട്ട് കിട്ടും അല്ലേ, അല്ലെങ്കിൽ 8 ആണെങ്കിൽ 4 സെൻറ്റിമീറ്റർ കിട്ടും. ഇവിടെ 6.5 വന്നപ്പോൾ നമുക്ക് 3.25 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇതിനൊന്ന് ബൈസെക്ട് ചെയ്യാം അല്ലേ. ബൈസെക്ട് ചെയ്യാൻ അറിയാലോ, കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇവിടെ കുത്തിയിട്ട് പകുതി കൂടുതൽ എടുക്കുക അല്ലേ, പകുതി കൂടുതൽ എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ കുത്തിയിട്ട് ആ ആർക്ക് അല്ലേ, ഇങ്ങോട്ടും ആർക്ക് വരയ്ക്കുക, ഇങ്ങോട്ടും ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഞാൻ ഇവിടെ കുത്തിയിട്ട് പകുതി കൂടുതൽ അളവ് എടുത്തിട്ട് ഇവിടെ ആർക്ക് വരച്ചു, ഇവിടെ ആർക്ക് വരച്ചു. അതുപോലെ ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരച്ചു, ഇവിടെ ആർക്ക് വരച്ചു അല്ലേ. ഇനി നമുക്ക് അവിടെ കൂട്ടി യോജിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണിത്, നമുക്ക് ജസ്റ്റ് ചെയ്യാൻ മിഡ് പോയിന്റ് കിട്ടാൻ വേണ്ടി മാത്രമാണിത് അല്ലേ. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ എന്താണ് ഇതിന്റെ മിഡ് പോയിന്റ് അല്ലേ. അപ്പോൾ ഇതിൽ കൂടെയാണ് ആര് കടന്നു പോവുക, നമ്മുടെ അടുത്ത ഡയഗണൽ അല്ലേ. ഇനി അതിന്റെ ആംഗിൾ നമുക്ക് അതിന്റെ എത്ര ഡിഗ്രിയാണ്, 70 ഡിഗ്രി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, പ്രൊട്രാക്ടർ വെച്ചിട്ട് കൃത്യമായിട്ട് ഇവിടെ വെച്ചിട്ട് 70 ഡിഗ്രിയിൽ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കിയാൽ കണ്ട, കൃത്യമായിട്ട് ഈ പോയിന്റ് കറക്റ്റ് ആയിരിക്കണം. ഈ ലൈൻ കണ്ട കറക്റ്റ് ആയിട്ട് വെക്കുക. അതിനുശേഷം 10, 20, 30, 40, 50, 60, 70 ഡിഗ്രിയാണ് അല്ലേ. 70 ഡിഗ്രി ഞാൻ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ പോയിന്റ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ തന്നെ ഇതൊക്കെ കൂട്ടി യോജിപ്പിക്കുക അല്ലേ. ഇങ്ങോട്ട് നമ്മൾ നീട്ടി വരയ്ക്കുക. അപ്പോൾ ഈ ആംഗിൾ നോക്കിയാൽ 70 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ഡയഗണൽ, അത് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ ഡയഗണലിന്റെ നീളം എത്രയാണ്, അത് 4.5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ അതായത് അതിന്റെ പകുതി ഇങ്ങോട്ടും വരും, പകുതി ഇങ്ങോട്ടും വരണം അല്ലേ. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ 4.5ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2.25 ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 2.25 കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ 2.25ന് പകരം നമ്മൾ 4.5, നമ്മൾ മുമ്പത്തെ ചാപ്റ്റർ ചെയ്ത് ഓർമ്മയില്ലേ, ബൈസെക്ടേഴ്സ് ഇല്ലേ, അത് ചെയ്ത പോലെ തന്നെ 4.5ന് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് 4.5 എടുത്തിട്ട് അതിനെ നമ്മളൊന്ന് ബൈസെക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് 2.25 കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അല്ലേ, ഇവിടെ നമുക്ക് കൃത്യമായിട്ട് 4.5 തന്നെ ഇവിടേക്ക് എടുക്കാം. അപ്പം നോക്കിയേ, ഇവിടെ നിന്ന് കേട്ടോ, ഇവിടെ നിന്ന് ഞാൻ 4.5 ഇങ്ങോട്ട് എടുത്തു. കൃത്യമായിട്ട് ഇത് 4.5 ഉണ്ട്. ഇപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇതിനെ നമ്മളൊന്ന് ബൈസെക്ട് ചെയ്യുന്നു ഇവിടെ ചെയ്ത പോലെ അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, കൃത്യമായിട്ട് 2.25 കിട്ടും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ കോമ്പസ് കുത്തിയിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ പകുതി കൂടുതൽ എടുക്കുക, എടുത്തിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കുക, ഇവിടെ ആർക്ക് വരയ്ക്കുക. അതേ അളവ് ഇവിടെ കുത്തുക, ഇവിടെ ആർക്ക് വരയ്ക്കുക, ഇവിടെ ആർക്ക് വരയ്ക്കുക അല്ലേ. എന്നിട്ട് ഇവ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിനെ ബൈസെക്ട് ചെയ്തു അല്ലേ. അത് നമുക്ക് കൃത്യമായിട്ട് ഈ അളവ് എത്ര കിട്ടി, 2.25 നമുക്ക് കിട്ടി. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, കണ്ടില്ലേ, ഞാൻ ഇവിടെ നിന്ന് കുത്തിയതേ, ഇവിടെ ആർക്ക് വരച്ചു, അതുപോലെ തന്നെ ഇവിടെ ആർക്ക് വരച്ചു, അതുപോലെ ഇവിടെ കുത്തി, ഇവിടെ ആർക്ക് വരച്ചു, ഇവിടെ ആർക്ക് വരച്ചു. ഇനി നമുക്ക് ഇവിടെ നിന്ന് യോജിപ്പിച്ച് കൊടുത്താൽ കൃത്യമായി എത്ര കിട്ടി, 2.25 നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമുക്ക് ഈ നീളം കിട്ടി അല്ലേ. ഈ നീളം എത്രയാണ്, 2.25 അല്ലേ. അപ്പോൾ 2.25 എന്ന് പറഞ്ഞാൽ ഇത്ര നീളമാണ്, 2.25 സെൻറ്റിമീറ്റർ അല്ലേ, ഈ ഡയഗണലിന്റെ ഇത്രയും ഭാഗം. ഇനി നമുക്ക് നോക്കിയാൽ ഇതേ അളവ് തന്നെയാണ് ഇങ്ങോട്ടും വേണ്ടത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, കോമ്പസിൽ ഇത് അളവ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ കുത്തിയിട്ട് ഇവിടെ നമ്മൾ ഈ മാർക്ക് ചെയ്യുക അല്ലേ. ഈ അളവ് കൃത്യമായിട്ട് ഇവിടേക്ക് കോമ്പസ് എടുത്ത് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇതേ അളവ് തന്നെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഇതാണ് നമ്മുടെ പോയിന്റ്. മനസ്സിലായല്ലോ. ഇപ്പം നമുക്ക് നോക്കിയേ, നമ്മുടെ വരയ്ക്കാൻ പോകുന്ന ഈ പാരലോഗ്രാമിന്റെ 4 മൂലകളും നമുക്ക് കിട്ടിയാലോ. അപ്പോൾ ഇത് 2.25, ഇവിടെയും 2.25 അല്ലേ. അപ്പോൾ ഇത് എത്ര ആയിരിക്കും നീളം, നമ്മൾ 3.25 അല്ലേ. അപ്പോൾ ഇത് 3.25 സെൻറ്റിമീറ്റർ, ഇതും 3.25 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവ തമ്മിലിങ്ങനെ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാം. കണ്ട, കൃത്യമായിട്ട് യോജിപ്പിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ പാരലോഗ്രാം. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് അല്പം ബുദ്ധിമുട്ടേണ്ടി വരാൻ കാരണം എന്താണ്, നമ്മുടെ ഈ ഡയഗണലിന്റെ നീളം 6.5 4.5 അല്ലേ. അതല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതൊരു 7 8 ഒക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെയൊന്നും നമുക്ക് എന്ത് വരയ്ക്കേണ്ടി വരില്ല, ഇതുപോലെ ബൈസെക്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച പോലെ വരയ്ക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം.
Prove that if the diagonals of a parallelogram are of the same length, then it is a rectangle. അതായത് ഒരു സമാന്തരികം അതിന്റെ ഡയഗണൽസ് വികർണങ്ങൾക്ക് ഒരേ നീളം. അപ്പോൾ വികർണങ്ങൾക്ക് ഒരേ നീളമാണെങ്കിൽ അത് ഒരു എന്താണ് ചതുരമാണ് അല്ലെ, ഒരു റെക്ടാങ്കിൾ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കിയാൽ ഡയഗണൽസിന് തുല്യ നീളമാണ് അല്ലെ. അപ്പൊ നമുക്ക് രണ്ട് ഡയഗണൽസ് ഇങ്ങനെ വരച്ചു നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ നോക്കിയാൽ രണ്ട് ഡയഗണൽസ്, അതായത് ഒരേ നീളത്തിലുള്ള രണ്ട് ഡയഗണൽസ് വരച്ചു അല്ലെ. ഇനി നമുക്കിപ്പോൾ കൂട്ടി യോജിപ്പിച്ച് എന്ത് കിട്ടി, ഒരു പാരലോഗ്രാം കിട്ടി അല്ലെ. ഈ പാരലോഗ്രാം ഒരു റെക്ടാങ്കിൾ ആണ്, അതായത് ചതുരമാണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം ഒരു പാരലോഗ്രാം അതായത് ഒരു സമാന്തരികം ചതുരമാവണമെങ്കിൽ ഒറ്റ കണ്ടീഷനിൽ എന്തായാൽ മതി, അതിന്റെ ആംഗിൾ നമുക്കറിയാം ചതുരമാണെങ്കിൽ അതിന്റെ ആംഗിൾ എത്രയാവണം, 90 ഡിഗ്രി ആവണം അല്ലെ. അതായത് ഈ ആംഗിൾ നോക്കിയാൽ ഈ ആംഗിൾ എന്തായാൽ മതി, 90 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും, ഇതൊരു ചതുരമായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം, ഈ ആംഗിളുകൾ 90 ഡിഗ്രി ആണെന്നൊന്ന് പ്രൂവ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ എ ബി സി ഡി ഇങ്ങനെ ഒരു പേര് കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരേ ഒരു കാര്യം ചെയ്യാനുള്ളൂ, ഈ രണ്ട് ആംഗിളും എത്രയാണ്, 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആംഗിൾ അല്ലെ, ഈ ആംഗിൾ ഉൾപ്പെടുന്ന ഒരു ട്രയാങ്കിൾ നോക്കിയാൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട് അല്ലെ, അതും നമുക്ക് പരിഗണിക്കാം. അതുപോലെ തന്നെ ഈ ആംഗിൾ അല്ലെ, ഇത് വരുന്ന ഈ ഒരു ട്രയാങ്കിളും. അപ്പൊ നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുക്കുന്നു, ഒന്ന് ഈ ട്രയാങ്കിൾ എ ബി സിയും അടുത്തത് ട്രയാങ്കിൾ ഡി സി ബിയും. അപ്പൊ നമുക്ക് എഴുതാം കൺസിഡർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ഡി സി ബി. ഈ രണ്ട് ട്രയാങ്കിളുകൾ നമ്മൾ പരിഗണിക്കും. ഇനി ഇവിടെ നോക്കിയേ, എ ബി എന്ന് പറഞ്ഞതും ഡി സി എന്ന് പറഞ്ഞത് ഈക്വൽ ആണ് അല്ലെ. എ ബി സീക്വൽ ടു ഡി സി. എന്താണ് കാരണം, എ ബിയും ഡി സിയും ഈക്വൽ ആണ്. അതിനെന്താണ് കാരണം, ഇതൊരു പാരലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ് നമുക്കറിയാലോ അല്ലെ, ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. അപ്പൊ ഇത് രണ്ടും ഈക്വൽ അല്ലെ. രണ്ട് ട്രയാങ്കിൾ ആണ് നമ്മൾ എടുത്തത്, ഈ രണ്ട് ട്രയാങ്കിളിലെ ഈ സൈഡും ഈക്വൽ. ഇനി നോക്കിയാൽ ഈ ബി സി എന്ന് പറഞ്ഞത് ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് ബി സി, അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിന്റെ സൈഡും ആണ് ബി സി അല്ലെ. അതായത് ബി സി എന്ന് പറയുന്നതാണ് കോമൺ സൈഡ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ബി സി സീക്വൽ ടു ബി സി അല്ലെ. രണ്ടു പേർക്കുണ്ട് എന്താണത്, കോമൺ സൈഡ്, പൊതുവായ വശം. ഇനി നമുക്ക് നോക്കിയാൽ ഈ ട്രയാങ്കിളിൽ ഇപ്പൊ രണ്ട് വശം കഴിഞ്ഞ് മൂന്നാമത്തെ വശം ഇതാണ് അല്ലെ. അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിലെ മൂന്നാമത്തെ വശം ഇതാണ്. ഈ രണ്ട് വശങ്ങളും ഈക്വൽ ആണ്. എന്താണ് കാരണം, നമ്മുടെ ചോദ്യത്തിലുണ്ട്, അതായത് വികർണങ്ങൾക്ക് അല്ലെ ഡയഗണൽസിന് ഒരേ നീളമാണെന്ന് ചോദ്യത്തിലുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ നീളം ഈക്വൽ അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത് എന്ത് എഴുതാം, എ സി സീക്വൽ ടു എ സി എന്ന് പറഞ്ഞതും ബി ഡി എന്ന് പറഞ്ഞത് അല്ലെ, എ സി സീക്വൽ ടു ബി ഡി. അതെന്താണ്, അത് നമ്മുടെ ചോദ്യത്തിലുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഗിവൺ എഴുതാൻ മതി, ചോദ്യത്തിലുണ്ട് നമുക്ക് തന്നിട്ടുണ്ട് ഇത് രണ്ടിന്റെയും നീളം തുല്യമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തു അല്ലെ, ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഈ സൈഡുകൾ ഈ ട്രയാങ്കിളിന്റെ അല്ലെ എന്താണ് വശങ്ങളായിട്ട് തുല്യമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്, ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം therefore ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ഡി സി ബി ആർ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെ, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും അല്ലെ. അപ്പൊ നോക്കിയാൽ ഈ വശവും തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇതാണ് അല്ലെ, അതുപോലെ തന്നെ ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും, തുല്യമായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ എ ബി സി സീക്വൽ ടു ആംഗിൾ ഡി സി ബി അല്ലെ. എ ബി സിയും ഈ ആംഗിളും തുല്യമായിരിക്കും. അപ്പൊ അതിന്റെ റീസൺ അല്ലെ നമുക്കറിയാം, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. അല്ലെ, അതായത് തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ അല്ലെ. അപ്പൊ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളാണ് ഇത് രണ്ടും, അതുകൊണ്ട് ഇവ രണ്ടും ഈക്വൽ ആണ്.
അപ്പോൾ നമുക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ പോലെ അല്ലേ, എന്ത് വേണം, നമുക്ക് ഇത് രണ്ടും 90 ഡിഗ്രി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അല്ലേ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അതായത് ഒരു പാരലോഗ്രാമിലെ ഓരോ വശത്തിന്മേലുള്ള കോണുകൾ അല്ലേ, ഈ രണ്ട് കോണുകൾ എത്രയായിരിക്കും, അവ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. ഓർമ്മയില്ലേ? അതായത് നോക്കിയാൽ ഇപ്പം ഈ വശം എടുക്കുകയാണെങ്കിൽ ഈ വശത്തിന്മേലുള്ള രണ്ട് ഈ ആംഗിളുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, നമുക്ക് 180 കിട്ടും അല്ലേ. അതായത് അല്ലെങ്കിൽ നോക്കിയാൽ ഈ സൈഡ്, അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180, അല്ലെങ്കിൽ ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180. അതായത് തൊട്ടടുത്ത രണ്ട് ആംഗിളുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പാരലോഗ്രാമിൽ തൊട്ടടുത്ത രണ്ട് ആംഗിളുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും, അതിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ആംഗിൾ എ ബി സിയും അതായത് ഈ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം, നമുക്ക് 180 ഡിഗ്രി കിട്ടണം അല്ലേ. നോക്കിയാൽ സിൻസ് ഏതൊക്കെ, ആംഗിൾ എ ബി സി അല്ലെ, ഈ രണ്ട് ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ഡി സി ബി, ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം, 180 ഡിഗ്രി കിട്ടണം അല്ലേ, 180 ഡിഗ്രി. അപ്പോൾ സിൻസ് ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ഡി സി ബി ഈസ് 180 ഡിഗ്രി, അതായത് ആംഗിൾ എ ബി സിയും ആംഗിൾ ഡി സി ബിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം അല്ലേ. അതുകൊണ്ട് ആംഗിൾ എ ബി സിയും ആംഗിൾ ഡി സി ബി എത്ര വെച്ചായിരിക്കും, ഇവിടെ നോക്കിയാൽ ആംഗിൾ എ ബി സിയും ആംഗിൾ ഡി സി ബിയും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ടും തുല്യമാണ്, പക്ഷെ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. രണ്ടും കോണുകളും തുല്യമാണ്, അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും, ഇതിൻ്റെ പകുതി വെച്ചായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ എ ബി സി സീക്വൽ ടു ആംഗിൾ ഡി സി ബി അല്ലേ. അത് രണ്ടും തുല്യമാണ്, എത്ര വെച്ചായിരിക്കും, അത് 90 ഡിഗ്രി വെച്ചായിരിക്കും ഓരോന്നും ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രിയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും അല്ലേ. ഇപ്പം രണ്ട് ആംഗിൾ വേണ്ട, നമുക്ക് ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഒരു പാരലോഗ്രാമിലെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ, രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടണം അല്ലേ. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഇതും 90 ആയിരിക്കണം, കാരണം രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, രണ്ട് ആംഗിളുകൾ എത്രയാണ്, 90 ഡിഗ്രി വെച്ചാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, if the diagonals of a parallelogram are of the same length it is a rectangle. മനസ്സിലായില്ലേ, ഇവിടെ നമുക്ക് 90 ഡിഗ്രി കിട്ടിയില്ലേ. ഓക്കെ, അപ്പോൾ അതുപോലെ എഴുതി വെക്കുക. അതായത് ഒരു സമാന്തരികത്തിന്റെ വികരണങ്ങൾക്ക് ഒരേ നീളമാണെങ്കിൽ അതെന്തായിരിക്കും, അതൊരു ചതുരമായിരിക്കും. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്കതിൽ ആറാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് ലെങ്ത് ഓഫ് ഡയഗണൽസ് 6 സെന്റിമീറ്റർ ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം 60 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് വരയ്ക്കാനുള്ളത്, ഒരു റെക്ടാങ്കിൾ ആണ് അല്ലെ, ചതുരമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു റെക്ടാങ്കിൾ അല്ലേ, ചതുരത്തിന്റെ ഡയഗണൽസ് എന്തായിരിക്കും, തുല്യ നീളമായിരിക്കും അല്ലേ. രണ്ട് ഡയഗണൽസ് എത്ര വെച്ചായിരിക്കും, 6 സെന്റിമീറ്റർ വെച്ചല്ലേ. അപ്പോൾ നോക്കിയേ, നമ്മൾ നോക്കിയാൽ 6 സെന്റിമീറ്റർ അല്ലേ, വളരെ എളുപ്പത്തിൽ വരയ്ക്കാം. 6 സെന്റിമീറ്റർ ഒരു ഡയഗണൽ വരച്ചു അല്ലേ. ഇനി അതിന് നോക്കി 6 സെന്റിമീറ്റർ നമ്മൾ 3 സെന്റിമീറ്റർ എടുത്തു. ഇനി എന്ത് വേണം, അതിലെ അടുത്ത ഡയഗണൽ അല്ലേ, ഇതിലൂടെയാണ് കടന്നു പോവുക. അപ്പോൾ എത്രയായിരിക്കും, അതിൻ്റെ ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ 60 ഡിഗ്രി നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുക അല്ലേ, ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. വരച്ചു. ഇനി എന്ത് വേണം, ഇത് 60 ഡിഗ്രി എടുത്തു. ഇനി ഇതും 6 സെന്റിമീറ്റർ ആയിരുന്നു അല്ലേ. അപ്പോൾ 6 സെന്റിമീറ്റർ ആവുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര വേണം, 3 സെന്റിമീറ്റർ എടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ അല്ലേ, മൊത്തം 6 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ 3 ഇങ്ങോട്ട് എടുത്തു, 3 സെന്റിമീറ്റർ എടുത്തു. ഇവിടെയും നമ്മൾ 3 സെന്റിമീറ്റർ എടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് 4 പോയിന്റുകൾ കിട്ടിയാലോ. ഇനിയിപ്പോൾ തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 6 സെന്റിമീറ്ററിൽ ആദ്യത്തെ ഡയഗണൽ നമുക്ക് വരയ്ക്കാം. നോക്കിയേ, ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തു, 6 സെന്റിമീറ്ററിൽ ഞാൻ ഒരു ലൈൻ വരച്ചു. ഇനി അതിൻ്റെ മിഡ് പോയിന്റ് അല്ലേ, മിഡ് പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് 3 സെന്റിമീറ്റർ കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രി ആണല്ലോ. അതുകൊണ്ട് ഇവിടെ നമ്മൾ 60 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി നോക്കിയാൽ 10, 20, 30, 40, 50, 60 അല്ലേ, 60 ഡിഗ്രി പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ കൂട്ടി യോജിപ്പിച്ചു അല്ലേ. അപ്പോൾ കുറച്ച് നീളത്തിൽ കൂട്ടി യോജിപ്പിച്ചോ, കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ വീണ്ടും നമ്മൾ സ്കെയിൽ എടുത്തിട്ട് വീണ്ടും നീളം പോരെ നമ്മൾ വീണ്ടും കൂട്ടി യോജിപ്പിക്കും, നീളം കൂട്ടേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ കുറച്ച് നീളം കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നോക്കിയാൽ നമുക്ക് 6 സെന്റ് അല്ലേ, ഇവിടെ നമ്മൾ മൊത്തം 6 സെന്റ്. അപ്പോൾ ഇവിടെ 3 സെന്റിമീറ്റർ, ഇതും 3 സെന്റിമീറ്റർ അല്ലേ, ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 3 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ നോക്കിയാൽ നമ്മളിവിടെ 3 സെന്റിമീറ്റർ എടുത്തിട്ടില്ല അല്ലേ, 3 സെന്റിമീറ്റർ എടുത്തിട്ടില്ല. അതുകൊണ്ട് എന്ത് വേണം, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റായിട്ട് 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതുപോലെ 3 സെന്റിമീറ്റർ ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ നോക്കിയാൽ ഇവിടെ കൃത്യമായി 3 സെന്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തു. ഇതുപോലെ ഇവിടെ നിന്നും 3 സെന്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ കിട്ടിയാലോ. അപ്പോൾ എല്ലാം നമുക്ക് നോക്കിയാൽ ഇത് 6, ഈ വികരണവും 6 അല്ലേ. അപ്പോൾ നമുക്ക് 4 മൂലകളും കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഇവ തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കാം. ഇതിപ്പോൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചല്ലേ. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡയഗണൽസിൻ്റെ നീളം 6 സെന്റിമീറ്റർ, ആ ആംഗിൾ അല്ലേ, അവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, ഇത് 60 ഡിഗ്രി.
അപ്പോൾ നമുക്കറിയാം ഇതെന്താണ്, ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ ഇതിന്റെ ആംഗിൾ 90 ഡിഗ്രി വെച്ച് ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അതിന്റെ ഒരു പാരലോഗ്രാമിന്റെ ഏരിയ, അതായത് പരപ്പളവ് കണ്ടുപിടിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.